ഹായ് ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് എങ്ങനെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം, ഏത് രീതിയിൽ ജീവിക്കാം എന്നതിനെ പറ്റിയാണ്. സാധാരണ 4 മെത്തേഡ്സാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് മിക്കവാറും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. നമ്മളെ കുടുംബപരമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ തന്നെ നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒന്നാണ് അത്. അതിൻ്റെ പേരാണ് തൊഴിൽ. തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ അറിയാവുന്ന ഒരു മാർഗം. തൊഴിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം ഉണ്ടായിരിക്കും. ആ സ്ഥാപനത്തിൽ നിശ്ചിത സമയത്ത് അദ്ദേഹം പറയുന്ന സ്ഥാപന ഉടമ അല്ലെങ്കിൽ മാനേജർ പറയുന്ന തൊഴിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയും അതിൻ്റെ വരുമാനം മാസാമാസം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഡെയിലി വേജസ് ആണെങ്കിൽ, കൂലിയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വൈകിട്ടായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതാണ് തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മുടെ സമയം അവിടെ ഉപയോഗിക്കുന്നു. രണ്ടാമത്, നമ്മൾ മറ്റൊരാളുടെ ആശയം അനുസരിച്ച് നമ്മൾ ചെയ്യാൻ നിർബന്ധിതമാകുന്നു. നമ്മുടെ ആശയം അനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. കാരണം ആ ആശയം പറയുന്ന ആള് എന്താണോ വിചാരിക്കുന്നത് ആ രീതിയിൽ വേണം നമ്മൾ ചെയ്തു കൊടുക്കാനായി. അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം ശരിയായ വിധം നടത്താനായി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്രീഡം ഉണ്ടാവണം എന്ന് ഇല്ല. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എളുപ്പമാണ്, പക്ഷെ അതിനൊരു സ്വാതന്ത്ര്യമോ സെൽഫായിട്ടുള്ള ഒരു ചിന്താഗതിയോ ഉണ്ടാകില്ല. അപ്പോൾ അത്തരത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ ജീവിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ദാതാവ് പറയുന്ന അതേ രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. രണ്ടാമത്തെ മെത്തേഡാണ് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ബിസിനസ് സ്വയം കണ്ടെത്തുന്നു. ലാഭകരമായ ഒരു പരിപാടി നമ്മൾ കണ്ടെത്തുന്നു. നമ്മുടെ കഴിവിനും പരിമിതിക്കും അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ആ ബിസിനസ് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നു. അത് സ്വയം കണ്ടെത്തിയ ഒരു തൊഴിൽ മേഖല പോലെയാണ്. അതൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. ഇതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ഓട്ടോമേഷൻ സംവിധാനങ്ങളുടെ ഉപയോഗം നമ്മൾ വളരെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ സ്വയം തൊഴിൽ വളരെ നല്ല ഒരു ലുക്രേറ്റീവായിട്ടുള്ള ഒരു മേഖല ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എല്ലായ്പ്പോഴും നമുക്ക് പ്രവർത്തിക്കണം എന്നില്ല. നമ്മൾ പ്രവർത്തിക്കുന്നത് സ്റ്റോർ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ ഓൺലൈൻ ടെക്നോളജി ഫലപ്രദമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സ്വയം തൊഴിലിനെ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ബിസിനസ്സായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൊഴിൽ ദാതാവോ നിയന്ത്രണങ്ങളോ സ്ഥലഭേദമോ ഇല്ലാതെ നമുക്ക് സ്വതന്ത്രമായി എവിടെ വേണമെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സ്വയം തൊഴിലിന് ഉണ്ട്. അല്ലെങ്കിൽ സെൽഫ് ബിസിനസ്, ചെറു ബിസിനസ്സിന് ഉണ്ട്. പക്ഷെ അതിൻ്റെ പരിമിതി ഒരാൾക്ക് എത്രത്തോളം ഇൻപുട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാത്രമേ അതിന് വളരാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ മെത്തേഡാണ് ബിസിനസ്. ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് എല്ലാ എക്സ്പേർട്സിനെ ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉപയോഗിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ നടത്തുന്ന ഒരു ബിസിനസ്. അതാണ് 10 അതിൽ കൂടുതൽ എംപ്ലോയീസ് അതിൽ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം, അവരുടെ ശമ്പളം കൊടുക്കണം, അവർക്ക് ടൈമിംഗ് കൊടുക്കണം, അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള ചാർട്ട് കൊടുക്കണം, അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് സൂപ്പർവൈസ് ചെയ്യണം, അതിന് പ്രത്യേക ആളിനെ നിയോഗിക്കണം. അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സക്സസ്ഫുള്ളായി എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനം വളരെ വലുതായിരിക്കും. നാലാമത്തെ മെത്തേഡാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതവും ക്യാപിറ്റൽ അപ്രിസിയേഷനിലൂടെയും നമുക്ക് ജീവിക്കാം. അപ്പോൾ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലാൻഡ് വാങ്ങി 5 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ 1 കോടിക്ക് വാങ്ങിച്ച് 2 കോടി വിൽക്കുമ്പോൾ 1 കോടി രൂപ നമുക്ക് ലാഭം കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് വാങ്ങി ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച് ഒരു 5-6 മാസം കഴിയുമ്പോൾ അതിന് 2 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കതിനെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് കിട്ടുന്നതാണ് ഡിവിഡൻസ്. ലാഭത്തിൻ്റെ ഒരു വിഹിതം അത് ഇൻവെസ്റ്റ് ചെയ്ത ആളിന് അർഹതപ്പെട്ടതാണ്. അതിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. ആ ലാഭവിഹിതവും നമ്മളുടെ ഒരു വരുമാനമായി മാറുന്നു. അങ്ങനെ 4 രീതിയിൽ നമുക്ക് ജീവിക്കാം. ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യവും അദ്ദേഹം ഈ ലൈഫ് എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ അനുസരിച്ച് ഇരിക്കും. അപ്പോൾ
എല്ലാവർക്കും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത് നന്നാവണമെന്നില്ല. എല്ലാവർക്കും സ്വയം തൊഴിൽ നല്ലതാവണമെന്നില്ല. എല്ലാവർക്കും ബിസിനസ് നന്നാവണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതിലൂടെ വളരെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടും സാധിക്കും. നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക, അതിലേറ്റവും നല്ലത് നിങ്ങൾ തിരഞ്ഞെടുക്കുക, വളരെ ഹാപ്പിയായി ജീവിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിവരങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.